ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രം അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റെഡിയാണോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് നേരെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ വിവിധ മേഖലകളായി തരംതിരിക്കാം. അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല, സേവന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല. ഇങ്ങനെയാണ് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. മുകളിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിവിധ സാമ്പത്തിക മേഖലകളുമായി ബന്ധപ്പെടുത്തി ശരിയായ രീതിയിൽ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ സാമ്പത്തിക മേഖല ഏതൊക്കെയാണ് നമുക്കറിയാം. പ്രാഥമികം, ദ്വിതീയം, തൃതീയം അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് പ്രാഥമികം, ഏതാണ് ദ്വിതീയം, ഏതാണ് തൃതീയം എന്ന് പറഞ്ഞു തരാം. അതിനനുസരിച്ച് നിങ്ങൾ ഇതുപോലെ ടേബിൾ ആക്കിയിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, സാമ്പത്തിക മേഖല എന്നുള്ളിടത്ത് പ്രാഥമികം എന്ന് എഴുതുക. പ്രാഥമികത്തിൽ വരുന്നത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ സവിശേഷതയിൽ വരേണ്ടത്. രണ്ടാമത്തേത് ദ്വിതീയമാണ്. ദ്വിതീയത്തിൽ വരേണ്ടത് അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല എന്നുള്ളതാണ്. മൂന്നാമത്തേത് തൃതീയമാണ്. മേഖല തൃതീയം. അതിൻ്റെ സവിശേഷത സേവന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല. ഓക്കെ, അപ്പോൾ ഈ 3 സവിശേഷതയെയും നിങ്ങൾ ഇതുപോലെ ക്രമമായിട്ട് എഴുതിയാൽ മതി. ഒന്നാമത് പ്രാഥമികം എഴുതണം, 2 ദ്വിതീയം എഴുതണം, പിന്നെ തൃതീയം എഴുതണം. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ഇതിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള മേഖല ഏത്, എന്തുകൊണ്ട്? ഏതാണ്? പ്രാഥമിക മേഖലയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം എന്താണ്? നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു, കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു. ഇതുകൊണ്ടാണ് പ്രാഥമിക മേഖല ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത്. ഒന്നുകൂടെ പറയാം, നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു, കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നു. ഓക്കെ, ഇനി ഇതിലെ പ്രവർത്തനം 2ലേക്ക് കടക്കാം. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ നിന്ന് ആർജിച്ച പുരോഗതിയാണ് കേരളത്തിൻ്റെ പിൽക്കാല വളർച്ചയെ മുന്നോട്ട് നയിച്ചത്. ഇതിലെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളെ തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ് ജനനം. സമമ്പതി ഭോജനം സംഘടിപ്പിച്ചു. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇതാരായിരുന്നു? വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് വൈകുണ്ഠസ്വാമികൾ. ഇനി രണ്ടാമത്തെ നോക്കൂ. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് ജനനം. അന്തസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി. വേദാധികാരണ നിരൂപണം എന്ന കൃതി രചിച്ചു. ഇതാരായിരുന്നു? ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. 3, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന പ്രഖ്യാപനം. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ജനനം. ദൈവദശകം പ്രധാന കൃതികളിൽ ഒന്നാണ്. അത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീനാരായണ ഗുരു. 4, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ജനനം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. 5, മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം എന്നീ ഭാഷകളിൽ പ്രാവീണ്യം. തിരുവനന്തപുരം ജില്ലയിലെ വക്കത്ത് ജനനം. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. സ്വദേശാഭിമാനി കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതാരാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ ഒന്നാമത്തെ ആൻസർ വൈകുണ്ഠസ്വാമി, രണ്ടാമത്തേത് ചട്ടമ്പി സ്വാമികൾ, 3 ശ്രീനാരായണ ഗുരു, 4 അയ്യങ്കാളി, 5 വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി പ്രവർത്തനം 3 നോക്കൂ. പ്രകൃതിയെ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നതുമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണയായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഉരുൾപൊട്ടൽ. എന്താണ് ഉരുൾപൊട്ടൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് പറയുക. ഇനി ഇതിലെ ബി ചോദ്യം, ഉരുൾപൊട്ടലുണ്ടായാൽ എന്തെല്ലാം സുരക്ഷാ മാർഗങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത്? എന്തൊക്കെയാണ്? എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക. അതുപോലെ ചെറിയ കുട്ടികൾ, വൃദ്ധർ, ശാരീരിക ആവശ്യതകൾ അനുഭവിക്കുന്നവർ എന്നിവരുടെ രക്ഷയ്ക്ക് മുൻഗണന നൽകുക. പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക. വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ. പോലീസ്, ആംബുലൻസ് തുടങ്ങിയ ഏജൻസികളുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതലുകളും എല്ലാം ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും 4 നിങ്ങൾ എഴുതിയാൽ മതി.
ഇനി പ്രവർത്തനം 4 നോക്കൂ. ഓരോ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിനായി നാം രേഖാചിത്രങ്ങൾ, പ്ലാനുകൾ, ഭൂപടങ്ങൾ എന്നിവ തയ്യാറാക്കാറുണ്ട്. ശരിയാണല്ലേ? താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ രേഖാചിത്രം, പ്ലാന്, ഭൂപടം എന്നിവ ഏതെല്ലാമാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? രേഖാചിത്രമാണ്. ബി എന്ന് പറയുന്നത് ഭൂപടമാണ്. സി എന്ന് പറയുന്നത് പ്ലാൻ ആണ്. ഓക്കെ, എ രേഖാചിത്രം, ബി ഭൂപടം, സി പ്ലാന്. ഇനി രേഖാചിത്രം, പ്ലാന് എന്നിവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? രേഖാചിത്രം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളെയാണ് നമ്മൾ രേഖാചിത്രങ്ങൾ എന്ന് പറയാം. എന്നാൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻ്റെയും ദിക്കിൻ്റെയും അടിസ്ഥാനത്തിൽ പ്ലാനുകൾ തയ്യാറാക്കുന്നു. അപ്പോൾ രണ്ടും രണ്ട് തരത്തിലാണ് തയ്യാറാക്കുന്നത്. ഇനി പ്രവർത്തനം 5ലേക്ക് കടക്കാം. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്നും ദാരിദ്ര്യം നിലനിൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വിതരണത്തിലെ അപാകത, അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം: വിതരണത്തിലെ അപാകത, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. ബി ചോദ്യം: ഭക്ഷ്യസുരക്ഷ എന്താണെന്ന് വ്യക്തമാക്കാൻ. എന്താണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ? എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്ന ആവശ്യമായ പോഷക പ്രാധാന്യമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന വ്യവസ്ഥയാണ്. ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ ഭക്ഷ്യസുരക്ഷ എന്ന് പറയാം. ഒന്നും കൂടി പറയാം: എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായത്ര പോഷക പ്രാധാന്യമുള്ള ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. അപ്പോൾ എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം മാത്രം കിട്ടിയാൽ പോലെ ആ ഭക്ഷണം എന്ന് പറയുന്നത് പോഷക സമൃദ്ധമായ ഭക്ഷണമായിരിക്കണം. അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടുമുള്ള എല്ലാ അവസ്ഥയും എല്ലാ കാര്യങ്ങളും അവർക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇനി സി ചോദ്യം: ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി സർക്കാർ നടപ്പിലാക്കിയ ഏതെങ്കിലും 2 പ്രധാന പദ്ധതികളുടെ പേരെഴുതണം. അന്നപൂർണ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, ഒന്നുകൂടെ പറയാം: അന്നപൂർണ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇനി പ്രവർത്തനം 6ലേക്ക് കടക്കാം. ഇവിടെ മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടൽ മണ്ണിനെ മാത്രമല്ല ശിലാമണ്ഡലത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. എ ചോദ്യം: ശിലാമണ്ഡലത്തിലെ ഏതെങ്കിലും 4 ഭൂരൂപങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ. ഓക്കെ, ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഒന്നുകൂടെ പറയാം: പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ. ഇനി പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? ചലഞ്ചർ ഗർത്തം, ജാവ ഗർത്തം, പ്ലൂട്ടോറിക്ക ഗർത്തം ഇവയൊന്നുമല്ല. ഏതാണ്? ചലഞ്ചർ ഗർത്തമാണ്. ഉത്തരം ബി ആണ്. ഉത്തരം എ ആണ്, ചലഞ്ചർ ഗർത്തം. ഇനി പ്രവർത്തനം 7: ഇന്ത്യക്കാർക്കിടയിൽ ദേശീയബോധം വളർന്നതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപം കൊണ്ടു. പട്ടികയിൽ തന്നിരിക്കുന്ന വ്യക്തികളെ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി ക്രമീകരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കറക്റ്റ് ആൻസർ വായിക്കാം. ഒന്നാമത്തേത് എ ഒ ഹ്യൂം. ഓക്കെ, ഇദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 2 രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ടതാണ്. 3 ജ്യോതിറാവു ഫ്യൂലെ. അദ്ദേഹം സത്യശോധക് സമാജുമായി ബന്ധപ്പെട്ടതാണ്. സത്യശോധക് സമാജ്. നവാബ് സലീമുല്ല ഖാൻ സർവേന്ത്യ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടതാണ്. സർവേന്ത്യ മുസ്ലിം ലീഗ്. ഇനി ആനി ബസന്റോ നമുക്കറിയാം, ഹോം റൂൾ പ്രസ്ഥാനം. ഓക്കെ, ഇനി പ്രവർത്തനം 8: ഇന്ത്യയുടെ രൂപരേഖയിൽ നൽകിയിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളും അവയുടെ ദിക്കും കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വടക്ക് ദിക്ക് കൊടുത്തിട്ടുണ്ട്. വടക്കിൽ ലഡാക്കാണ്, സംസ്ഥാനം ലഡാക്കാണ്. തെക്കിലേതാണ്? തെക്കിൽ തമിഴ്നാടാണ്. ഓക്കെ, തെക്കിൽ തമിഴ്നാട്. ഇനി അരുണാചൽ പ്രദേശ് സംസ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ദിക്ക് എന്ന് പറയുന്നത് കിഴക്കാണ്. ഇനി പടിഞ്ഞാറുള്ളത് ഏതാണ്? പടിഞ്ഞാറ് നമുക്കറിയാം ഗുജറാത്താണ്, അല്ലേ? ഗുജറാത്താണ്. വടക്ക് കിഴക്ക് ഉത്തരാഖണ്ഡാണ്. ഗോവ സംസ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ദിക്ക് എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറാണ്. അതിൽ ഒന്നാമത്തെ ഉത്തരം തമിഴ്നാട്, 2 കിഴക്ക്, 3 ഗുജറാത്ത്, 4 തെക്കു പടിഞ്ഞാറ്. ഇനി ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് ആരാണ്? മെർക്കാൻഡർ, അനക്സിമാൻഡർ, ഹിപ്പാർക്കസ്. ആരാണ്?
മെർക്കാൻറ്റർ ആണ്. ഓക്കെ, മെർക്കാൻറ്റർ ആണ് ശരിയായ ഉത്തരം. പ്രവർത്തനം 9 നോക്കാം. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലെത്തിയതോടെ സ്വാതന്ത്ര്യ സമരം വലിയൊരു ബഹുജന സമരമായി വളർന്നു. ഇതിലെ ചോദ്യം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന സംഭവങ്ങളും വർഷങ്ങളും ശരിയായി ക്രമീകരിച്ച് ടൈം ലൈൻ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിയായി രൂപീകരിക്കുന്നതൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ അത് കൂട്ടുകാർ ഇതുപോലെ ടൈം ലൈനായിട്ടൊന്ന് എഴുതണം. ഓക്കെ, ഒന്നാമത് വരേണ്ടത് 1918 നടന്ന അലഹബാദ് തുണിമിൽ സമരമാണ്. അലഹബാദ് തുണിമിൽ സമരം. ഓക്കെ, സോറി, അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. രണ്ടാമത് വരേണ്ടത് 1919 നടന്ന ജാലിയൻ വാലാബാഗ് ആണ്. ജാലിയൻ വാലാബാഗ്. 3 1920 നിസ്സഹകരണ പ്രസ്ഥാനം. 4 1921 മലബാർ കലാപം. 5 1922 ചൗരി ചൗര സംഭവം. ലാസ്റ്റ് 1924 വൈക്കം സത്യാഗ്രഹം. ഓക്കെ, ഒന്നുകൂടെ പറയാം. 1918 അഹമ്മദാബാദ് തുണിവിൽ സമരം, 1919 ജാലിയൻ വാലാബാഗ്, 1920 നിസ്സഹകരണ പ്രസ്ഥാനം, 1921 മലബാർ കലാപം, 22 ചൗരി ചൗര സംഭവം, 1924 വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ ടൈം ലൈൻ ആയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഇതിലെ 10ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ മുൻകാലത്ത് അനേകം സാമൂഹ്യ തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും നിലനിന്നിരുന്നു. അക്കാലത്തെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തന ഫലമായാണ് ഈ അവസ്ഥക്ക് മാറ്റമുണ്ടായത്. ശരിയാണല്ലേ? ചോദ്യം കേരളീയ സമൂഹത്തിൽ മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന ഏതെങ്കിലും 2 ദുരാചാരങ്ങളാണ് എഴുതേണ്ടത്. ഏതൊക്കെയായിരുന്നു? ജാതി വിവേചനം, പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം, അടിമത്തം, ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിലേതെങ്കിലും 2 നിങ്ങൾ എഴുതിയാൽ മതി. ഇനി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ബടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ. ആരായിരുന്നു? വാഗ്ബടാനന്ദനാണ്. ഇനി നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഏതെങ്കിലും 2 സാമൂഹ്യ തിന്മകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇന്ന് നമുക്കറിയാം സ്ത്രീധനം അല്ലെ. സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സ്ത്രീധനം നമുക്കൊരു കാരണമായിട്ട് എഴുതാം. അതുപോലെ തന്നെ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങളില്ലാത്തത്, അതും വേണമെങ്കിൽ നമുക്ക് എഴുതാം. അവകാശങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് അവകാശങ്ങൾ നിഷേധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 സാമൂഹിക തിന്മകൾ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിച്ചപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ആവശ്യമായിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.